സംഭവം. ഇത് ഇതിന്റെ തോടാണ്. ശരിക്കുള്ള ഇങ്ങനെ കിടക്കുന്നത് എന്തിനാന്നറിയോ? തിര വന്നാൽ മാത്രമേ ഇതിനെ കാണുള്ളൂ. ഹലോ, അപ്പം നമ്മളെ ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ ഇന്ന് കക്ക പെറുക്കാൻ വേണ്ടിയിട്ട് എലത്തൂർ ബീച്ചിലാണ്, കോഴിക്കോടുള്ള എലത്തൂർ ബീച്ചിലാണുള്ളത്. അത്ര റഷായിട്ടുള്ള ഒരു ഇതല്ല, നമ്മൾ സാധാ ഒരു കടൽ തീരം മാത്രമാണ്. അങ്ങനെ അധികം ആൾക്കാരോ അല്ലെങ്കിൽ ക്രൗഡോ ഒന്നും ഇല്ലാത്ത ഒരു പ്ലേസാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് പോയിട്ട് ചില്ലാവാൻ പറ്റിയൊരു പ്ലേസാണ്. അപ്പോൾ ഞങ്ങൾ പോയ സമയത്ത് ഒരുപാട് കിളികളുണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. നമ്മൾ അതിൻ്റെ അടുത്തേക്ക് പോകുമ്പോഴത്തേക്ക് അത് പറന്ന് പോവുകയാണ് ചെയ്യുക. നല്ല രസമാണ് കാണാൻ. ഒരു കുഞ്ഞു കിളികളാണ്. അതിങ്ങനെ ഒരു സൈഡിൽ നിന്ന് വേറൊരു സൈഡിലേക്ക് ഇങ്ങനെ പോയിട്ട് എന്തെങ്കിലും ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ കൊത്തിപ്പെറുക്കി തിന്നായിരിക്കും. അപ്പോൾ ഞങ്ങളെ പണിയെന്ന് വെച്ചാൽ ഇതിലിങ്ങനെ തിര പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ കക്കയിറച്ചി കാണാം. കക്കയിറച്ചിയല്ല കേട്ടോ, കക്ക അങ്ങനെ കാണാം. അപ്പോൾ അതിങ്ങനെ ഓരോന്ന് എടുക്കുകയാണ്. അതുപോലെ തന്നെ നമ്മൾ ഒരു പ്ലേസ് ഉണ്ടാക്കിയിട്ട് അവിടെ ഇങ്ങനെ ഇരുന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മണ്ണിൻ്റെ അടിയിൽ നമുക്ക് കക്ക കിട്ടും. അപ്പം ഞാൻ ചെയ്യുന്നത് എന്താ വെച്ചാൽ ഇതേപോലെ തിര വന്ന് പോയിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് ഓരോന്ന് ഇങ്ങനെ നുള്ളിപ്പെറുക്കാണ്. അനിയന്മാരുണ്ട്, അവർ ഇതേമാതിരി ഒരു സ്ഥലത്ത് അവിടെ ഇരുന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ മണ്ണ് നീക്കി കുറച്ച് കക്ക ഇങ്ങനെ പെറുക്കുന്നുണ്ട്. അതിൻ്റെ അടുത്തൊരു നെറ്റും ഉണ്ട്. നമ്മൾ പറഞ്ഞ ആ കുഞ്ഞിക്കിളി കേട്ടോ, നെറ്റിലേക്ക് ഇങ്ങനെ ഇടുക ചെയ്യുക. അതിങ്ങനെ റൗണ്ട് അടിച്ചുകൊണ്ട് നിൽക്കും ആ കിളികൾ. നല്ലൊരു ഭംഗിയാണ് കാണാൻ. വൈകുന്നേരം നേരത്തൊക്കെ വന്നിരിക്കുകയാണെങ്കിൽ നല്ല രസമായിരിക്കും കാണാൻ. നമുക്കിപ്പോൾ കോഴിക്കോട് ബീച്ചിലോ അല്ലെങ്കിൽ ഭട്ടിലോ കാപ്പാട് ബീച്ചിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ക്രൗഡഡ് ആയിരിക്കും അവിടെ. പക്ഷേ ഇതിപ്പം എൻ്റെ മാമിൻ്റെ വീടിൻ്റെ ആ ഒരു ഏരിയ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കുഴപ്പമില്ലായിരുന്നു. പിന്നെ അധികം ആളുമില്ല. നമ്മൾ അവിടെയുള്ള ആ വീടിൻ്റെ ആ ഭാഗത്തുള്ള ചിലപ്പോൾ ഫാമിലീസോ അല്ലെങ്കിൽ റിലേറ്റീവ്സൊക്കെ വന്നാൽ അങ്ങനെ വരും എന്നല്ലാണ്ട് അധികം ക്രൗഡഡ് ആയിട്ടുള്ളൊരു പ്ലേസ് അല്ല ഇത്. അങ്ങനെ ഞങ്ങൾക്ക് ഈ ഒരു നെറ്റിലേക്കാണ് ഈ കക്ക വാരിയിടുക. കക്ക വാരിയിട്ട് ഇങ്ങനത്തെ ഏകദേശം ഒരു 4-5 നെറ്റോളം നമുക്ക് കിട്ടിയിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടെ നിന്നൊക്കെ ആ സൈഡിലും ആ ഭാഗത്തൊക്കെ ഒരുപാട് ആൾക്കാർ വരാൻ തുടങ്ങിയിട്ടോ. ഇതേപോലെ റിലേറ്റീവ്സിൻ്റെ വീട്ടിലൊക്കെ വന്നപ്പോൾ കക്കയൊക്കെ പെറുക്കാൻ അതൊരു എക്സ്പീരിയൻസ് ആണല്ലോ. നമ്മളെ നാട്ടിലത്തെ സ്ഥലങ്ങളൊക്കെ കണ്ട് ഈ കക്ക നമുക്കിപ്പോൾ കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. ഞങ്ങളുടെ വീടിൻ്റെ അടുത്തേക്കൊക്കെ കക്ക ഇറച്ചി വരും. പക്ഷെ നമ്മൾ പെറുക്കിയ കക്ക അതൊരു വേറെ തന്നെ ഒരു ഫീലായിരുന്നു കേട്ടോ. ഇതേപോലെ നമ്മളെ നാട്ടിലുള്ള കുറച്ച് സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യുക, അവിടെ നിന്ന് തന്നെ ഒരുപാട് നല്ല എക്സ്പീരിയൻസ് കിട്ടുക, അതൊക്കെ വേറെ തന്നെ ഒരു ഫീലാണ്. പിന്നെ ഞങ്ങൾക്ക് കക്ക കിട്ടി. കക്ക കുറച്ച് ഞങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാളും കൂടുതൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ച് അച്ചാറിട്ടു, കുറച്ച് കുടുംബക്കാർക്ക് കൊടുത്തു, പിന്നെ കുറച്ച് അയൽവാസിക്ക് കൊടുത്തു. അങ്ങനെ ഞങ്ങൾ കുറച്ച് കറിയൊക്കെ വെച്ച് ഏകദേശം ഇതേപോലത്തെ ഒരു 2-3 ട്രിപ്പ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് നല്ല അതിമനോഹരമായ സൺസെറ്റും കണ്ട് ഞങ്ങൾ അവിടുന്ന് ബൈ പറഞ്ഞു. അപ്പോൾ ഓക്കെ, ബൈ.